വിഷ്ണു, ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് കഴിച്ചു കഴിഞ്ഞാൽ പാത്രം ഈ സിങ്ങിനകത്ത് കൊണ്ടിട്ട് ഡിഷ് വാഷറിൽ എടുത്ത് വെക്കണമെന്ന്. അതിനകത്ത് വെച്ചില്ലെങ്കിൽ ഇത്തിരി വെള്ളമെങ്കിലും ഒന്ന് ഒഴിച്ചിട്ടൂടെ? ഉണങ്ങി കിടപ്പുണ്ട്. എപ്പാ നോക്കിയാലും ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ കൗച്ച് കിടന്നോളൂ ഇങ്ങനെ. ഉറങ്ങുന്ന ക്രിക്കറ്റ് കളിക്കുക എന്നാ വേണ്ടേ? രാവിലെ മുതലാ നനഞ്ഞ തോർത്താ ബെഡിൽ കൊണ്ടിട്ട് അത് മുഴുവൻ നനഞ്ഞ് കുതിർന്ന് കിടക്കുന്നു. ഇത് പറയാനാണ് അല്ല, ഈ വീടൊന്ന് വൃത്തിയാക്കണം. നമുക്കിന്ന് ഗസ്റ്റ് വരുന്നതാണ്. അപ്പൊ എന്നെ ഒന്ന് വൃത്തിയാക്കാൻ ഹെൽപ്പ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ കുക്കിംഗ് മുഴുവനും ചെയ്ത് കഴിഞ്ഞു. ഇവിടെ രാവിലെ മുതൽ കിടന്ന് ഉറങ്ങിക്കോ. നീ ഇതുവരെ വൃത്തിയാക്കിയില്ലേ വീട്? മണി അവരിപ്പോ വരുമല്ലോ, വേഗം വൃത്തിയാക്ക്. ഞാൻ കുറച്ചുകൂടി കിടക്കാം. വീട് വൃത്തിയാക്കാത്തതിന് അമേരിക്കയിൽ ഭർത്താവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച ഭാര്യ അറസ്റ്റിൽ. വീട് വൃത്തിയാക്കിയായിരുന്നോ? വാ, ഞാൻ ചെയ്യാം. ചെയ്തായിരുന്നു. ഒന്നുകൂടെ ചെയ്യണോ? വേണ്ട. ഇല്ലെങ്കിൽ പിന്നെ അവര് വന്നിട്ട് അവര് പോയിട്ട് ചെയ്യാം അല്ലേ? ഒന്നുകൂടെ ചെയ്യേണ്ടി വരുമല്ലോ. അതായിരിക്കും നല്ലത്. പിന്നെ ഇനി ഞാൻ സിങ്കില് പാത്രം ഒന്നും ഇടത്തില്ല കേട്ടോ. വേണമെങ്കിൽ ഞാൻ ഡിഷ് വാഷറിൽ, ഞാൻ ഡിഷ് വാഷറിൽ എടുത്ത് വയ്ക്കാം. വേണമെങ്കിൽ ഞാൻ തന്നെ കഴുകി വയ്ക്കാം. ടവല് നമുക്ക് ഡ്രയറിലിട്ട് ഉണക്കാം. ഇല്ലെങ്കിൽ വെയിലുണ്ടെങ്കിൽ നമുക്ക് പുറത്തിടാം. ഇനി പിള്ളേരുടെ അടുത്തും പറയാം ഇനി അങ്ങനെ ഇടരുതെന്നല്ലേ. ഇനി ഞായറാഴ്ച ഇങ്ങനെ ഞാൻ കിടത്ത് ഉറങ്ങത്തില്ല. ഞാൻ ഫുള്ള് ആക്റ്റീവ് ആയിരിക്കും കേട്ടോ. അതായിരിക്കും നല്ലത്. അതെ, ഈശ്വരാ.